ഹായ് ഗൈസ്, നമ്മളൊരു ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബജാജിൽ 50 ക്വാണ്ടിറ്റിയാണ് ഷോർട്ട് ചെയ്തത്. ഷോർട്ട് ചെയ്ത ലെവല് 7255 40 പോയിന്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, 40 പോയിന്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ്. എഗെയിൻസ്റ്റ് ടാർഗറ്റ് 80 പോയിന്റ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ എന്തായാലും 500 റുപ്പീസിന് അടുപ്പിച്ച് ലോസ് റണ്ണിങ് ആണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം സെറ്റാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, ഈ ട്രേഡ് എങ്ങനെ പോകുന്ന അപ്ഡേറ്റ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. സോ ഇപ്പോൾ ഏതാണ്ട് 1000 രൂപ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഒരു ഫോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻട്രി എടുത്ത മെയിൻ റീസൺ, ഞാൻ ടൈം ചെയ്തത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഈ ഒരു റീടെസ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ ഒരു രാവിലത്തെ ഒരു സോണ് ബ്രേക്ക് ചെയ്തു ആൻഡ് ഒരു ബ്രേക്ക് ഔട്ടായി. പിന്നെ ഒരു റീടെസ്റ്റ് ആണ്. അപ്പോൾ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ലോവർ ഹൈ മേക്ക് ചെയ്ത് പോവുകയാണ്. ഇവിടെ ഒരു ട്രെൻഡ് ലൈനും വരയ്ക്കാം. അപ്പോൾ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ഞാൻ ഈ ഒരു സ്ട്രാറ്റജി മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എൻ്റെ ഒരു ട്രെൻഡ് ഫോളോയിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു ഫോം ഓഫ് ട്രേഡിങ്ങിനെ പറ്റി ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഒരിടത്ത് എത്തിയിട്ടില്ല. 1:1 പോലും ആയിട്ടില്ല. ജസ്റ്റ് 1000 റുപ്പീസിന് അടുപ്പിച്ച് മാത്രമേ പ്രോഫിറ്റ് റണ്ണിങ് ഉള്ളൂ. നല്ലൊരു സ്റ്റോപ്പ് ലോസ് തന്നെയാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തു, ഇന്നലത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തൊരു പാറ്റേൺ ബ്രേക്ക് ഔട്ടാണ്. ഇവിടെ ഒരു ഞാൻ പറഞ്ഞു തരുന്ന ഒരു ഈ ഒരു ആംഗിൾ കണ്ടിട്ട് എന്തായാലും ബ്രേക്ക് ഡൗൺ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ആസ് എക്സ്പെക്റ്റഡ് ഒരു ബ്രേക്ക് ഡൗൺ വന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഒരു റീടെസ്റ്റിൽ എൻട്രി എടുക്കാനാണ്, പക്ഷേ റീടെസ്റ്റ് വരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എൻട്രി എടുത്തത്. എന്തായാലും വെയിറ്റ് ചെയ്യാം, ഈ ട്രേഡ് എങ്ങനെ പോകുമെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ട്രേഡ് ഇപ്പോൾ വീണ്ടും ബ്രേക്ക് ലെവലിലാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് മിസ്സായത് 2 രൂപയ്ക്കാണ്. ജസ്റ്റ് മിസ്സാണ്. ഒരു റിവേഴ്സിൽ വന്നു. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം അത്യാവശ്യം ഒരു 1500 രൂപ പ്രോഫിറ്റ് വന്നിട്ട് തിരിച്ച് കയറിപ്പോയി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് മിസ്സായി. ഓക്കെ, ഞാനൊന്ന് കളർ മാറ്റുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 95 ഈ ഹൈ എന്ന് പറയുന്നത് 94 ആണ്. 1 രൂപയ്ക്കാണ് മിസ്സായത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇടാനുള്ള ലോജിക്ക് ഈ ഒരു ഹൈ ആണ്. ഓക്കെ, ഇവിടുത്തെ ഈ ഒരു ഹൈയുടെ മേലെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഞാൻ തൊട്ടടുത്തുള്ള റൗണ്ട് നമ്പറിലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. ഞാനിപ്പം മിക്കപ്പോഴും എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ഒരു റൗണ്ട് നമ്പറിൻ്റെ മേലെ ആയിരിക്കും. ഇപ്പം 95ൻ്റെ മേലെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത്. 95.05 7295.05. അപ്പോൾ ഹൈ എന്ന് പറയുന്നത് 7293.80 ആണ്. 7294 ആണ്. ഓക്കെ, കറക്റ്റ് 7294. 1 രൂപയ്ക്കാണ് മിസ്സായത്. അപ്പോൾ ഇതിൻ്റെ മേലെ തൊട്ട് മേലേക്ക് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് തിരിച്ച് റിവേഴ്സ് ആയാണ്. ഇപ്പോൾ എന്തായാലും ബ്രേക്ക് ഇവൻ്റെ അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. 100 രൂപ ലോസ്. നേരത്തെ 1950 രൂപ വരെ ലോസ് വന്നതാണ്. അപ്പോൾ എന്തായാലും 100 രൂപ ലോസ് റണ്ണിങ് ആണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം, ഈ ട്രേഡ് എങ്ങനെ പോകുമെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റായില്ല, ടാർഗറ്റ് ഹിറ്റായില്ല. നമ്മളിന്ന് ചെറിയ ലോസ് ബുക്ക് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ഇന്നിപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് മിസ്സായത് ആദ്യം ഒരു രൂപയ്ക്ക് മിസ്സായി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 7295 7295.05. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ റൗണ്ട് നമ്പറിൻ്റെ തൊട്ട് മേലെ വയ്ക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതൊന്നും കൂടെ ക്ലിയർ ആക്കി തരാം. ലെഫ്റ്റ് സൈഡിൽ, ടോപ്പ് ലെഫ്റ്റ് സൈഡ്, ഞാനിപ്പം കർസർ ഇരിക്കുന്ന ഒരു ലെവൽ നോക്കുക. അത് ആ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ആണ് കാണിക്കുന്നത്. ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഓക്കെ 7295 ആണ്. എൻ്റെ സ്റ്റോപ്പ് ലോസ് 7295.05. എനിക്കിങ്ങനെ പല ടൈംസും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 0.5 പൈസയ്ക്കൊക്കെ സ്റ്റോപ്പ് ലോസ് മിസ്സാവുന്നത് ഞാൻ പല വീഡിയോസിലും നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ട്രേഡിൽ തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് 0.5 മിസ്സായിട്ട് ടാർഗറ്റ് ഹിറ്റാവുന്ന നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു റൗണ്ട് നമ്പറിൻ്റെ തൊട്ട് മേലെ വയ്ക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സേവ് ആയി. പിന്നെ ടൈം റൺ ഔട്ടായി.
അപ്പോൾ ഇന്ന് ഒരു നോൺ ഡയറക്ഷണൽ മൂവ് ആയിരുന്നു. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബജാജ് ഡേ ലോ ബ്രേക്ക് ചെയ്തു, എന്നിട്ട് തിരിച്ച് കയറിപ്പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തെത്തിയിട്ട് വീണ്ടും താഴോട്ട് വന്നിട്ട് നമ്മൾ എക്സിറ്റ് ആയത് 3:15-നാണ്. അപ്പോൾ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും നോൺ ഡയറക്ഷണൽ ഡേ ആയിരുന്നു ഇന്ന്. ബെയറിഷ് ആയിരുന്നു രാവിലെ, പിന്നെ അത് ഒരു റീട്രേസ്മെൻറ്റ് തന്നു. ഇവിടെ ഒരു വെഡ്ജ് പാറ്റേൺ ഫോം ചെയ്യുന്ന കാണാം. എന്നിട്ട് ആ വെഡ്ജിൽ നിന്ന് നല്ലൊരു മൂവ്മെൻറ്റ്, ഏതാണ്ട് 75 പോയിൻറ്റ്സോളം മൂവ്മെൻറ്റ് താഴോട്ട് തന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഡേ ലോ ബ്രേക്ക് ചെയ്തതാണ്. അപ്പോൾ നോർമലി ഇങ്ങനെ സംഭവിക്കാൻ നേരത്തെ ഒരു ട്രെൻഡിങ് ഡേ വരേണ്ട, നോർമലി അങ്ങനെയാണ് സംഭവിക്കാറുണ്ട്, ഒരു ട്രെൻഡിങ് ഡേ ആവേണ്ട ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചില്ല, ഇത് തിരിച്ച് കയറിപ്പോയി ഡേ ഹൈ ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒരു നമ്മുടെ ഡേ ഹൈ ബ്രേക്ക് ചെയ്തതാണ്. അപ്പം സോ ബോത്ത് ഡേ ലോയും ഡേ ഹൈയും ബ്രേക്ക് ചെയ്തു ഉച്ചയ്ക്ക് ശേഷം. സോ നോൺ ഡയറക്ഷണൽ മൂവ്മെൻ്റ് ആണ്, തീറ്റ ഡി കെ നടക്കുന്നൊരു ടൈമാണ്. എൻ്റെ അടുത്തും ട്രാപ്പാണ്. ഇവിടെ ഷോർട്ട് ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസും പോയിട്ടുണ്ട്, ബൈ ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസും പോയിട്ടുണ്ട്. സോ ആ ഒരു സ്കീമിൽ നമ്മുടെ ബജാജ് ഫിനാൻസിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഒരു ഡയറക്ഷണൽ മൂവ്മെൻറ്റ് കിട്ടിയില്ല. ഒരു ട്രെൻഡിങ് ഡേ ആണ് ഞാൻ പ്രതീക്ഷിച്ചത്, കിട്ടിയില്ല. സോ ഇന്നലത്തെ പോലെ തന്നെയാണ്. ഇന്നലെ നമ്മൾ 1200 രൂപയ്ക്ക് മേലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങേണ്ടി വന്നു. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അവിടെ ഇട്ടായിട്ടില്ല. ഇന്നും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഇട്ടായില്ല, ചെറിയൊരു ലോസിൽ നമ്മൾ ഇറങ്ങേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാറായപ്പോഴൊക്കെ എനിക്ക് ഏതാണ്ട് 2000 രൂപയ്ക്ക് അടുപ്പിച്ച് ലോസ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ബുക്ക് ചെയ്ത്, നമ്മൾ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് രണ്ടിൽ ഏതെങ്കിലും ഹിറ്റ് ആവാതെ നമ്മുടെ ട്രേഡ് എൻഡ് ചെയ്യത്തില്ല. സോ ഞാൻ ഈ ട്രേഡ് എടുത്ത റീസൺസ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇവിടെ ഒരു ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞാണ്, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. നല്ലൊരു ഈ ഒരു ആംഗിളിലെ ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഇന്ന് ഓപ്പൺ ചെയ്തത് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ്. അപ്പോൾ അതാണ് റീസൺ നമ്മൾ ഷോർട്ട് ചെയ്തത്. പിന്നെ ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി നോക്കിയത് ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ട്, നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ, പിന്നെ ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി നോക്കിയത് ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ട്. ബ്രേക്ക് ഡൗണിൽ റീട്രേസ്മെൻറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഷോർട്ട് ചെയ്തത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.